11 അധ്യായം. ശ്രീ ജ്ഞാനേശ്വരന്റെ രീതി അനുസരിച്ച് കുണ്ടലിനി യോഗ 4 അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പഠിപ്പിച്ച യോഗയുടെ പ്രധാന പാദങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഗീതാവദേശത്തെക്കുറിച്ചുള്ള പരിശീലനത്തിന് ശ്രീ ജ്ഞാനേശ്വർ ഇനി പറയുന്ന വിശദീകരണം നൽകിയിട്ടുണ്ട്. 2. ഗീതയിൽ നിർദ്ദേശിച്ചിരിക്കുന്നതുപോലെ ഒരു പുണ്യസ്ഥലത്ത് സദ്ഗുരുവിന്റെ സ്മരണ നടത്തുക. അപ്പോൾ നിങ്ങൾ സത്വത്തിന്റെ നന്മയാൽ നിറയും, അഹങ്കാരം അപ്രത്യക്ഷമാകും, ഇന്ദ്രിയങ്ങളുടെ ഒഴുക്കി നിലയ്ക്കും, മനസ്സ് ഹൃദയത്തിൽ കേന്ദ്രീകരിക്കപ്പെടും. ഇത് സംഭവിക്കുന്നതുവരെ നിങ്ങൾ സദ്ഗുരുവിന്റെ സ്മരണ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായും യോഗാസനവും യോഗമുദ്രകളും രൂപപ്പെടും. പ്രാണവായുക്കൾ ഉത്തേജിപ്പിക്കപ്പെടും. മുദ്രയുടെ ശക്തിയാൽ യോഗസിദ്ധികൾ കൈവരിക്കപ്പെടും. 3. അജമുദ്ര എന്നാൽ ആടിന്റെ മാംസം തുടയിൽ ദൃഢമായി ഘടിപ്പിക്കണമെന്നാണ്. ലിംഗത്തിനും മലദ്വാരത്തിനും ഇടയിലുള്ള സ്ഥലത്ത് ഇരുവശത്തും 14 ഇഞ്ച് ഇടവിട്ട് മധ്യഭാഗത്ത് നിന്ന് 1 ഇഞ്ച് താഴെയായി വലതു കുതികാൽ ഉറപ്പിച്ചു നിർത്തുകയും പിൻഭാഗം നിതംബത്തിൽ തൊടാത്തതുപോലെ ഉയർത്തുകയും തോഭാരം വലതു കുതികാൽ പൂർണ്ണമായും അമർത്തി വയ്ക്കുകയും വേണം. ഇടതു കുതികാൽ വലതു തുടയിൽ സുഖകരമായി വയ്ക്കണം. ആസനം ഈ സ്ഥാനത്ത് ഉറച്ചു നിൽക്കണം. ഇതാണ് വജ്രാസനം എന്നറിയപ്പെടുന്ന മൂലബന്ധം. ഇതുമൂലം അപാനവായുവിന്റെ താഴേക്കുള്ള ഒഴുക്ക് തടയപ്പെടുകയും മാമസ്ഥാനങ്ങൾ വലിക്കുകയും ദുഃഖോണാഡ് ഉയർത്തുകയും ചെയ്യുന്നു. ശരീരത്തിന്റെ ഭാരം വലത് കാൽമുട്ടിൽ ഇരിക്കുന്നതിനാൽ ഉപസ്ഥേന്ദ്രിയത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെടുകയും ലിംഗത്തിൽ നിന്നുള്ള നാഡികളുടെയും പയനാഡികളുടെയും ഒഴുക്ക്, മലദ്വാരത്തിൽ നിന്നുള്ള നാഡികളുടെയും ഒഴുക്ക് എന്നിവ പ്രചരിക്കുകയും ഇത് ശാരീരിക ആരോഗ്യത്തിന് കാരണമാവുകയും ചെയ്യുന്നു. 4. തുടർന്ന് കൈകൾ ഇടതുകാലിൽ ഒന്നിനു മുകളിൽ മറ്റൊന്നായി വയ്ക്കുകയും തോളിൽ ബ്ലേഡുകൾ ഉയർത്തുകയും മുഖം മുകളിലേക്ക് ഉയർത്തുകയും തല നെഞ്ചിൽ അമർത്തുകയും ചെയ്യുന്നു. കൺപോളകൾ അടച്ചിരിക്കുന്നു. നോട്ടം പകുതി തുറന്നിരിക്കുന്നു. അത് പുറത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും അത് നാസാരന്ധ്രങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്നില്ല. ബാഹ്യനോട്ടത്തിൽ ആഗ്രഹം തന്നെ അപ്രത്യക്ഷമാകുന്നു. അന്നനാളം അടച്ചിരിക്കുന്നു. മൊഹാക്ക് നെഞ്ചിൽ അമർത്തപ്പെടുന്നു. വൃഷണസഞ്ചി ഉള്ളിൽ അപ്രത്യക്ഷമാകുന്നു. അതുവഴി തലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന പാരാസിമ്പതറ്റിക് അമൃത ചാനലുകൾ തുറക്കപ്പെടുകയും വൃഷണസഞ്ചിയിൽ നിന്നും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന സഹാനുഭൂതി വിഷചാനലുകൾ അടഞ്ഞതായി തോന്നുകയും ചെയ്യുന്നു. 5. തുടർന്ന് സ്വാധിഷ്ഠാനത്തിനും നാഭിക്കുമിടയിലുള്ള അടിവയർ മുകളിലേക്ക് വലിക്കുന്നു. ഇതാണ് ഒട്ടിയാനബന്ധ. വിഷനാഡീഗ്രന്ഥികളായ ഹൈപ്പോഗ്യാസ്ട്രിക് മെസെൻട്രിക് പ്ലക്സസുകളെ തടയുന്നതായി തോന്നുന്നു. 6. മുകളിൽ സൂചിപ്പിച്ച ആസനം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പത്മാസനവുമായി സാമ്യമുള്ളതാണ്, വലതു കുതികാൽ സ്ഥാനം ഒഴികെ. 7. അപ്പോൾ അസ്വസ്ഥമായ മനസ്സ് ശമിക്കുന്നു, വിശപ്പും ഉറക്കവും അപ്രത്യക്ഷമാകുന്നു, അപാനവായു ആമാശയത്തിലേക്ക് നീങ്ങുകയും മലം പുറന്തള്ളുകയും ചെയ്യുന്നു. അതും എല്ലാ ശരീരത്തിന്റെയും ആന്തരിക അവയവങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ഉപയോഗശൂന്യമായ കൊഴുപ്പ് മൂലകങ്ങളെ ലയിപ്പിക്കുന്നു. ഇത് പാരാലിംഫാറ്റിക് പാരാസിമ്പതറ്റിക് അമൃതനാഡികളുടെ പ്രവർത്തനമാണെന്നും തോന്നുന്നു. 8. ഈ നിമിഷം മറ്റൊരിടത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നിരീക്ഷിക്കാം. താമരയെപ്പോലെയുള്ള സർപ്പമായ കുണ്ടലിനി ഉറക്കത്തിൽ നിന്നുണരുകയാണ്. മൂലാധാരത്തിന് ചുറ്റും 3 തവണ ചുറ്റി നാഭിയിൽ 2 ചുരുളുകളായി അടച്ചിരിക്കുന്നു. അവൾ ചുരുളഴിയുകയും അവളുടെ അവയവങ്ങളുടെ ആലസ്യം മനോഹരമായി തകർക്കുകയും ചെയ്യുമ്പോൾ പ്രകാശനക്ഷത്രങ്ങളുടെ ഒരു മഴയോ സൂര്യൻ തന്നെ അസ്തമിച്ചതുപോലെയോ പിടിക്കപ്പെടുന്നു. ഭക്ഷണമില്ലാതെ വളരെ നേരം ഉറങ്ങിയ അവൾ വായ തുറന്ന് അഗ്നിജ്വാലകൾ പുറത്തുവിടുന്നു. ശരീരത്തിലെ എല്ലായിടത്തുനിന്നും ഉപയോഗശൂന്യമായ എല്ലാ മാംസത്തെയും വിഴുങ്ങുന്നു. ഹൃദയത്തിൽ നിന്ന് 1-2 സ്രവങ്ങൾ വിഴുങ്ങുന്നു. അവൾ തന്റെ വാസസ്ഥലം വിട്ടുപോകാതെ ഈ ജോലിയെല്ലാം ചെയ്യുന്നു. 9. നമ്മുടെ ശ്വാസത്താൽ 12 ഇഞ്ച് നഷ്ടപ്പെട്ട പ്രാണവായുവിനെ അവൾ തടഞ്ഞു നിർത്തി പൊക്കിളിലെ താമരയിൽ നിന്ന് അത് നിർത്താതെ മുകളിലേക്കുയരുന്ന അപാനവായുവിനു നേരെ നോക്കുന്നു. പിന്നെ അവൾ ശരീരത്തിലെ പൃഥ്വീജല പകടങ്ങൾ ഭക്ഷിക്കുകയും സുഷുമ്നാ നാഡിയിൽ തുടരുകയും ചെയ്യുന്നു. ഈ നിമിഷം യുവതി ഛർദ്ദിക്കുന്ന വിഷം അമൃതായി മാറുന്നു. സുഷുമ്നാ മാർഗത്തിലൂടെ കടന്നുപോകുന്നു. ശരീരം മുഴുവൻ പുനരുജ്ജീവിപ്പിക്കുന്നു. പിംഗള നാഡീപ്രവാഹങ്ങൾ സുഷുമ്നയിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. സുഷുമ്നയുടെ മുകളിലുള്ള അമൃതകുടം ചെറുതായി ചരിഞ്ഞിരിക്കുന്നു. ആ അമൃത് കുണ്ടലിനിയുടെ വായിൽ പതിക്കുന്നു. അന്നമായ കോശത്തിൽ ഇടതും വലതും വേഗസ് നാഡികളുടെ അവരോഹണ ബന്ധങ്ങൾ കുറയുകയും പിറ്റ്യൂട്ടറി, പൈനിൽ, ഉമിനീർ ഗ്രന്ഥികളിലേക്ക് പോകുന്ന പാരാസിമ്പത്തറ്റിക് പ്രേരണകൾ വളരെ ശക്തമാണെന്ന് തോന്നുകയും ചെയ്യുന്നു. 10. ഈ രീതിയിൽ കുണ്ടലിനി അമൃത് കുടിച്ചതിനുശേഷം
യോഗിയുടെ ശരീരം തിളക്കമുള്ളതാകുന്നു. ആ ശരീരത്തെ നോക്കാൻ യമൻ പോലും ഭയപ്പെടുന്നു. ഒരു വൃത്തിയപ്പിയെപ്പോലെ യോഗി യൗവനമുപേക്ഷിച്ച് ബാല്യം വീണ്ടെടുക്കുന്നു. എന്നാൽ യൗവനം വളരെയധികം ശക്തിപ്പെടുന്നു. നഖങ്ങൾ പുതുതായി മനോഹരമാകുന്നു. മനോഹരമായ രോമങ്ങൾ വളരുന്നു. പുതിയ പല്ലുകളുടെ നിരകൾ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ അവ ചെറുതും വജ്രങ്ങൾ പോലെ തിളങ്ങുന്നതുമാണ്. കൺപോളകൾക്കിടയിലുള്ള കണ്ണുകൾ ഒരു മുത്തുച്ചിപ്പിയുടെ മധ്യത്തിൽ മുത്തുകൾ പോലെ തിളങ്ങുന്നു. ശരീരം പ്രകാശമാകുന്നു. 7 ലൗകിക സംഭവങ്ങളെയും ഒരു ചെറിയ ബീജത്തിന്റെ മാനസിക കാര്യങ്ങളെയും അവൻ അറിയുന്നു. അവൻ നനയാതെ തിരമാലകളിൽ നടക്കുന്നു. 11 ഈ നിമിഷം കുണ്ടലിനി ഹൃദയത്തിലെത്തുമ്പോൾ ജീവിതത്തിന്റെ മനോഹരമായ ചിത്രങ്ങൾ പോലെ ശബ്ദങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് വിവരണാതീതമാണ്. ജീവവായു പൂർണ്ണമായും അലിഞ്ഞുപോകാത്തതിനാൽ അത് ആകാശത്തിലെ ഒരു മേഘം പോലെ ശൂന്യതയുടെ ഒരു തോന്നൽ സൃഷ്ടിക്കുന്നു. 12 ഒരു താമരയുടെ മധ്യത്തിൽ ഹൃദയത്തിന്റെ മധ്യത്തിലുള്ള വലിയ സ്ഥലത്ത് ശൂന്യമായ ഇടമുള്ളതുപോലെ ആത്മാവിന്റെ ഊർജ്ജമായ കുണ്ടലിനീ ദേവി ആത്മാവിനെ തിളക്കത്തിന്റെ തത്വം കൊണ്ട് പോഷിപ്പിക്കുകയും അതിന് ബുദ്ധിയുടെ തത്വം ഒരു പാത്രമായി നൽകുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ തത്വങ്ങളും അപ്രത്യക്ഷമാകുന്നു. കുണ്ടലിനി തന്റെ തിളക്കമുള്ള രൂപം ഉപേക്ഷിച്ച് രൂപമില്ലാത്ത പ്രാണനായി മാറുന്നു. ഇപ്പോൾ യോഗി സമാധിയിലെത്തുന്നു. തിളക്കമുള്ള രൂപത്തിന്റെ ബന്ധനങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. ഈ രീതിയിൽ അത് നൽകാൻ യോഗ്യരായവർ ഈ ലോകത്തിൽ ഇനിയുമുണ്ടെന്ന പ്രതീക്ഷയിൽ ശ്രീ ജ്ഞാനേശ്വർ ഭഗവാൻ കൃഷ്ണൻ കാണിച്ച യോഗവ്യവസ്ഥ വെളിപ്പെടുത്തി. 13 ഈ ഘട്ടത്തിൽ യോഗി ബാഹ്യമായ ദൃശ്യമാണെങ്കിലും മുമ്പത്തെപ്പോലെ കാണപ്പെടുന്നു. പക്ഷെ ആകാശമനസ്സ് പോലുള്ള അപൂർവ ശക്തികൾ കൈവശം വയ്ക്കുന്നു. എന്നിരുന്നാലും മനസ്സിന്റെ ശക്തികളെ അദ്ദേഹം ഉപയോഗശൂന്യമായി കണക്കാക്കുന്നു. പൃഥ്വി വായുവിലും പ്രകാശത്തിന്റെ പ്രകാശത്തിലും പ്രകാശത്തിന്റെ വായുവിലും ആഗിരണം ചെയ്യപ്പെടുന്നു. കുണ്ടലിനി എന്ന പേര് അപ്രത്യക്ഷമാകുന്നു. അവൾ ശിവനിൽ വാർദ്ധക്യത്തിലെത്തുന്നതുവരെ ആ കുണ്ടലിനി ക്ഷയത്തിന്റെയും അക്ഷയത്തിന്റെയും അവസ്ഥയിൽ തുടരുന്നു. പിന്നീടവൾ ജലന്ത്രബന്ധ നിലയത്തിലൂടെ കടന്നുപോകുന്നു. സുഷുമ്ന നാഡി പിളർന്ന് ഓംകാരത്തിന്റെ പിൻഭാഗം കയറുന്നു. പച്യന്തി എന്ന ഗോവണി ചവിട്ടി ബ്രഹ്മരന്ധ്രി രക്തത്തിൽ പരാകാശത്തിലെത്തുന്നു. അന്നമായ കോശത്തിൽ മെഡുള്ള ഒബ്ലോങ്കേട്ട, 4ാമത്തെ വെൻട്രിക്കിൾ, പ്രാണശക്തിയുടെ ഇരിപ്പിടമായ വാഗശക്തിതൽ എന്നീ സ്ഥലങ്ങൾ കടന്ന് ഉയർന്ന സ്ഥലങ്ങളിലേക്കെത്തുന്നതായി തോന്നുന്നു. യോഗപ്രഭാഷണങ്ങളിൽ ഈ സ്ഥലങ്ങളെ യഥാക്രമം ദ്വാദശാന്തപവും മയിർപാലം എന്നും നീരുപാരു എന്നും ഷോഡശാന്തം എന്നും വിളിക്കുന്നു. 14 തുടർന്ന് കുണ്ടലിനി ശക്തി പ്രണവത്തിന്റെ ഗുളികകൾ, അർദ്ധഗുളിക എന്നിവ കടന്ന് വിധിയുടെ സമുദ്രത്തിൽ ചേരുന്നു. ബ്രഹ്മാകാശത്തിൽ ലയിക്കുകയും ഞാൻ ബ്രഹ്മമാണെന്ന തിരിച്ചറിവോടെ പരബ്രഹ്മലിംഗത്തെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു. 15 അപ്പോൾ മഹാഭൂതം എന്ന മൂടുപടം തുറക്കപ്പെടുന്നു. ആത്മാവും ബ്രഹ്മാവും ഐക്യത്തിന്റെ ആനന്ദം ആസ്വദിക്കുന്നു. മേഘത്തിൽ നിന്ന് വെള്ളം തിരികെ സമുദ്രത്തിൽ ചേരുന്നതുപോലെ ശരീരം ബ്രഹ്മാവിന്റെ ശബ്ദത്തിൽ ലയിക്കുന്നു. ഈ അനുഭവം മനസ്സിന് ദോഷകരമല്ല. പ്രണവത്തിലെ മഹാരന്ധ്രത്തിനു പോലും പ്രവേശിക്കാൻ കഴിയാത്ത ബ്രഹ്മസമാനമായ ആ സ്ഥലമാണിത്. വാക്കെങ്ങനെ ലഭിക്കും? സൂക്ഷ്മമായ പ്രാണനും ആ ആകാശത്തിൽ വളരെ പരിശ്രമത്തിലൂടെ ലയിക്കുന്നു. ഇതനുഭവിക്കുന്നവൻ പരബ്രഹ്മമായി മാറുന്നു. ഇതാണ് ദുര്യാനുസ്ഥയുടെ അവസ്ഥ. ഇതാണ് പരമമായ ആനന്ദം. 16 തിരുമൂലർ തിരുമന്ദിരം. അഗറുകരിന്റെ സഹായത്തോടെ മൂലധാരയെ നോക്കിയാൽ 4 കാലുകളുള്ള ഒരു സ്ത്രീ സർപ്പത്തെ കാണാം. സൂക്ഷ്മമായി നോക്കിയാൽ നാവും വാലും പിളർന്നിരിക്കുന്നു. ബീജാക്ഷത്രം അവളുടെ തലയിൽ വയ്ക്കുക. അവളുടെ വാൽ പിടിച്ച് സംസാരിക്കാത്ത മന്ത്രം ജപിക്കുക. അവളുടെ വിഷം പോകും. 20 ജ്ഞാനേശ്വർ യോഗ. ആകാശത്തിലെ സുന്ദരിയായ ശ്രീനക്ഷത്ര സമൂഹത്തെ നോക്കൂ. ഗ്രഹങ്ങളും അവളുടെ ഗർഭപാത്രത്തിലാണ്. സൂക്ഷ്മമായ പരപദം അവളിൽ സ്ഥാപിച്ചിരിക്കുന്നു. ആ കാര്യത്തിന് സാക്ഷ്യം വഹിക്കാൻ അവൾ ബ്രഹ്മഹരന്ധ്രത്തിൽ വന്നിരിക്കുന്നു. അവിടെ അവളെ കാണുകയും ലൗകിക മോഹങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുക. 21 ബ്ലാവറ്റ്സ്കി വിവരിച്ച കൈലാസരീതി. തേജസ് ശക്തിയെ ഹൃദയത്തിന്റെ ആന്തരിക ഗ്രഹമായ ജഗദമ്പലിയിലേക്ക് അയക്കുക. അവിടെ നിന്ന് 6ാം സ്ഥാനമായ ഭ്രുമത്തിയിലേക്ക് പോയി പരമാത്മാവിന്റെ പ്രാണനായി പ്രത്യക്ഷപ്പെടുന്നു. അവൾ എല്ലാം നിറയ്ക്കുന്ന ഗുരുവായൂകം ഉച്ചരിക്കും. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കേസരസിദ്ധി ലഭിക്കൂ. വായുവിലെ തിരമാലകളിൽ നിങ്ങൾ സഞ്ചരിക്കും. 19 ഈ കൈലാസരീതി വിവരിച്ചിരിക്കുന്ന പുസ്തകത്തിലെ ഉപബോധകഥയിൽ അഭ്രാത്യ പരാമർശിച്ചതുപോലെ ഈ കൈലാസരീതികൾ പലപ്പോഴും ഹിന്ദു സംസ്കൃത ഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് കൃഷ്ണാർജുന സംവാദ വ്യാഖ്യാനത്തിൽ യോഗസിദ്ധി നേടിയ ഒരു മനുഷ്യന്റെ അവസ്ഥയെ ശ്രീ ജ്ഞാനേശ്വർ ഉജ്ജ്വലമായി വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് യോഗരാഷ്ട്രം.
ഏറ്റവും ആധികാരികവുമായ പുസ്തകം ഈ അധ്യായത്തിൽ പ്രതി പുയാർ പ്രശംസിക്കുകയും വിശദീകരിക്കുകയും ചെയ്ത പുസ്തകം തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് ഒരു പദവിയായി ഞാൻ കരുതുന്നു. വാസ്തവത്തിൽ തേജസ് ശക്തി കുണ്ടലിനി എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ദിവ്യദേവതയായ അനുഗ്രഹ ദേശത്തിന്റെയും കാലത്തിന്റെയും സ്ഥലത്തിന്റെയും മതപരമായ മാനങ്ങളിലില്ല. എന്നാൽ പാശ്ചാത്യ കവി വാൾട്ട് വിറ്റ്മൻ പറയുന്നത് വെള്ളമരക്കെട്ടിന് വെള്ളം പോലെയാണെന്ന്. അമ്മാനി, നീ തല വശത്തേക്ക് പതുക്കെ കുനിക്കണം. നീ എന്റെ നാവ് നീക്കി എന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. നീ അത് എന്റെ മുഖത്തുനിന്ന് എന്റെ പാദങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ഉടനെ എനിക്ക് അവാച്യമായ ഒരു സമാധാനവും ബുദ്ധിയും സന്തോഷവും അനുഭവപ്പെട്ടു. അങ്ങനെ കുണ്ടലിനി ശക്തി യോഗാഭ്യാസമില്ലാതെ അരയ്ക്ക് നടുവിലുള്ള കാണ്ഡസ്ഥാനത്തുനിന്ന് ഹൃദയത്തിലെത്തി എല്ലാ ശാരീരിക അവയവങ്ങളിലും വ്യാപിച്ച് അനുഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാണ്. 21 വാമഹേശ്വര തന്ത്രം കുണ്ടലിനി എന്റെ വായിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന മൂലക കാണ്ഡത്തെ വാലുകൊണ്ട് കടിക്കുന്ന ഒരു നേർത്ത സർപ്പത്തെ പോലെയാണ്. യോഗി താമരയുടെ സ്ഥാനത്തിരിക്കുന്നു. പ്രാണനെ മുകളിലെ ശരീരം പിടിച്ചു കാലുകൾ വളയ്ക്കുന്നു. സ്വാദിഷ്ടാഗ്നിയെ ബന്ധിപ്പിക്കുന്നു. ഈ ചൂടുകൊണ്ട് കുണ്ടലിനി ഉണർത്തുന്നു. അവൻ അവളെ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രഗ്രന്ഥങ്ങൾ, 6 ചക്രങ്ങൾ എന്നിവയിലൂടെ നയിച്ച് സഹസ്രാര താമരയിലേക്ക് വിളിക്കുന്നു. അവൾ ബർദയുമായി സംയോജിക്കുകയും കീർത്തിയിൽ അവനോടൊപ്പം ചേരുകയും ചെയ്യുന്നു. ഇതാണ് ഉത്തമയോഗത്തിന്റെ അവസ്ഥ. 22 ശങ്കര ഭഗവത് പാദശാചാര്യ സൗന്ദര്യലഹരിയിൽ മൂലാധാരത്തിൽ പ്രവി, മണിപുരയിൽ ജലത്ത്, സ്വാധിഷ്ഠാനത്തിൽ അഗ്നി, അനാധാതത്തിൽ വായു, വിശുദ്ധിയിൽ ആഗതത്ത്, പരുമത്യത്തിൽ മനസ്താധത്ത്. ഹേ പരദേവത, ഹര, താമരയിൽ പാദാദിയുമായി ചേരുക, അതിൽ വസിക്കുക. ഈ ധ്യാനം അന്തർയാഗമാണ്. 23 പ്രമാണഗ്രന്ഥങ്ങളിൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതേപടി വിവർത്തനം ചെയ്തെഴുതിയിട്ടുണ്ട്. എന്റെ സ്വന്തം അഭിപ്രായങ്ങൾ ഞാൻ കുറിപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുണ്ടലിനി യോഗം വളരെ പ്രധാനപ്പെട്ടതിനാൽ ഇവിടെ പൊതുവായി ചില കാര്യങ്ങൾ പരാമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ കുണ്ടലിനി ശക്തിയുടെ ഒഴുക്കിനെ അമൃതനാഡി എന്ന് വിളിക്കുന്നു. അതായത് ഇത് പാരസിമ്പഥറ്റിക് സ്വഭാവത്തിന് സമാനമാണെന്ന് ഞാൻ ഇതിനകം പറഞ്ഞിട്ടുണ്ട്. ഈ ശക്തി യഥാക്രമം വർദ്ധകീയം, ബ്രൈഡയിത്തവം, യൗവനാമം എന്നീ അവസ്ഥകളെ ഇല്ലാതാക്കുകയും യോഗിക്ക് ഒരു കൊട്ടാര പുരുഷ സ്വഭാവം നൽകുകയും ശ്രീ ജ്ഞാനേശവാരർ പറഞ്ഞതുപോലെ പല്ലുകളുടെയും മുടിയുടെയും കണ്ണുകളുടെയും ഒരു പുതിയ നിര സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതിനാൽ ജീവശക്തിയായ അമ്മ ഗർഭപിണ്ഡത്തിന്റെ സമയം മുതൽ ഏകദേശം 12 വയസ്സുവരെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുകയും അനുയോജ്യമായ രൂപങ്ങളും നാഡികളും സൃഷ്ടിക്കുകയും തുടർന്ന് അവൾ ഉറങ്ങുകയും ചെയ്യുന്നു. തുടർന്ന് ലോകയാത്രയ്ക്ക് ആവശ്യമായതുപോലെ ബാഹ്യസംഘർഷങ്ങളെക്കുറിച്ച് ബോധമില്ലാത്ത മനുഷ്യൻ തന്നെ അനുബന്ധ നാഡികളെയും മാനസിക പ്രക്രിയകളെയും ബന്ധിപ്പിക്കുന്നു. അദ്ദേഹം ചാനലുകൾ സൃഷ്ടിക്കുകയും സംസാരം നടത്തുകയും ചെയ്യുന്നു. എന്നിരുന്നാലും യോഗി വീണ്ടും ഒരു കുട്ടിയെപ്പോലെയാകുന്നു, സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തോടെ. മോചിതരായ ആത്മാക്കൾ കുട്ടികളെപ്പോലെയോ നിങ്ങളുടെ മാതാപിതാക്കളെപ്പോലെയോ ആണെന്ന് നമ്മുടെ വേദങ്ങൾ പറയുന്നു. ക്രീലമതത്തിലും ഇതുതന്നെ പറയുന്നു. നിങ്ങളൊരു കുട്ടിയെപ്പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ നന്മയുടെ മണ്ഡലത്തിൽ പ്രവേശിക്കുകയില്ല. അതിനാൽ യോഗി വീഞ്ഞിന്റെ ജീവശക്തിയെ സ്വീകരിക്കുന്നു. മുമ്പത്തെപ്പോലെ അവൾ അവന്റെ രൂപങ്ങളെ പോഷിപ്പിക്കാനും പരിഷ്കരിക്കാനും തുടങ്ങുന്നു. അങ്ങനെ അവ വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ കഴിയില്ല. അതിശയമരമെന്നു പറയട്ടെ, അദ്ദേഹം സംസാരത്തിലിരിക്കുമ്പോൾ 10-20 വർഷമായി ഉറങ്ങിക്കിടക്കുന്ന ഈ സുന്ദരി ഉണരുമ്പോൾ പോലും വിശക്കും. ദേവി യോഗിയുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അഴുക്ക് സൗമ്യമായി തുടച്ചുമാറ്റുന്നു. നാഡിയിലെ കെട്ടുകൾ അഴിക്കുന്നു. ആ കരണത്തിൽ കുടുങ്ങിയ കാമം, കോപം, ഭ്രമം, ആസക്തി, നീരസം തുടങ്ങിയ എല്ലാ ദുഷ്ടസംസ്കാരങ്ങളെയും നീക്കം ചെയ്യുന്നു. പൂജാരി പറഞ്ഞതുപോലെ മൂലാധാരയിൽ ഉറങ്ങുന്ന ദേവി ഉണർന്ന് ഭൂമിയിൽ നിന്ന് മടങ്ങിയെത്തി. മനസ്സിന്റെ മൂലകങ്ങളെ മാത്രം മറികടന്ന് 1000 ഇതളുകളുള്ള താമരയിൽ ബർദയുമായി ആനന്ദത്തോടെ ആനന്ദിക്കുന്നു. 24 അവിവാഹിതരായ ദമ്പതികൾ ജനങ്ങളുമായി വിവാഹിതരാകില്ലേ? ഇക്കാര്യത്തിൽ 25 വർഷം മുമ്പ് തിരുവണ്ണാമലയിൽ വച്ച് ഭഗവാൻ രമണ മഹർഷിയെ ഞാൻ ആദ്യമായി കണ്ടൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഭഗവാൻ എപ്പോഴും എന്ന പോലെ കണ്ണുകൾ തുറന്ന് നിശബ്ദതയിലായിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ ശരീരത്തിലെ നാഡികളുടെയും ഒരു പന്തുപോലെ കാണപ്പെടുന്ന തലച്ചോറിന്റെയും അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ചരടുപോലെ കാണപ്പെടുന്ന നാഡികളുടെയും ഘടനയെക്കുറിച്ച് ഞാൻ പ്രസിദ്ധമായ സിദ്ധപുസ്തകത്തിൽ വായിക്കുകയായിരുന്നു. യോഗയുടെ പ്രവർത്തനത്തിലൂടെ മരിച്ചവരെ ഉയർപ്പിക്കാനും സഹസ്രത്തറയിൽ 1000 വിളക്കുകൾ കത്തിക്കാനുമുള്ള സമയം വന്നപ്പോൾ ഭഗവാൻ 1000 എന്ന് പറയുമ്പോൾ അതിനർത്ഥം വളരെ വലുതാണ് എന്നാണ്. ആ രൂപത്തിൽ ലക്ഷക്കണക്കിന് കോശങ്ങളുണ്ടെന്ന് അദ്ദേഹം ഇംഗ്ലീഷിൽ ബ്രെയിൻ ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞു. ഒരു വിളക്ക് കത്തിക്കണമെന്നും പറഞ്ഞു. പിന്നെ അവൻ വീണ്ടും ഗാഠനിദ്രയിലേക്ക് വീണു. ആ സമയത്ത് എനിക്കവന്റെ വാക്കുകൾ വ്യക്തമായി മനസ്സിലായില്ല. 15 വർഷത്തിനു ശേഷം പാശ്ചാത്യ ഗവേഷണ ശാസ്ത്രപുസ്തകത്തിൽ അദ്ദേഹം വായിച്ചത് എനിക്ക് മനസ്സിലായി.
മനുഷ്യന്റെ മുകളിലെ തലച്ചോറിന് 24 മുതൽ 31 മില്ലിമീറ്റർ വരെ കനമുണ്ട്. അതിൽ 925 കോടി കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആ ജീവശക്തി, അതായത് കുണ്ടലിനി ശക്തി അവളുടെ പ്രാണനാഥനോടൊപ്പം ഈ മേഖലയിൽ ചലിച്ചാൽ ആ കോശങ്ങൾക്ക് മികച്ച ചൈതന്യം ലഭിക്കുകയും വലിയതും പുതിയതുമായ ആത്മീയ ഉണർവുകൾ സംഭവിക്കുകയും ചെയ്യും.